शेयरिंग गाड़ी है हमारी। हाँ शेयरिंग गाड़ी है। शेयरिंग गाड़ी है। നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഗോവയിൽ നിന്ന് നേരെ മുംബൈയിലോട്ട് വന്നു. അപ്പോൾ മുംബൈയിലോട്ട് നമ്മൾ അവിടെ നിന്ന് ട്രെയിൻ കയറിയിട്ട് ഒരു ദിവസം അങ്ങനെ പോയി. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് മുംബൈയിലാണ്. മുംബൈയിൽ ഞാനിപ്പോൾ ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ഛത്രപതി ശിവാജി ടെർമിനസ് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ്. കണ്ടോ, അതിൻ്റെ ഫ്രണ്ടിലാണ്. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് 2 ദിവസം നമ്മൾ ഇനിയെന്ന് പറയുമ്പോഴത്തേക്ക് മുംബൈയിലായിരിക്കും. അപ്പോൾ മുംബൈയിൽ എവിടെയൊക്കെ പോകണമെന്നുള്ളതൊക്കെ കാണിക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് NCP-ൻ്റെ ഫ്രണ്ടിലാണ്. NCP എന്ന് പറയുമ്പോൾ നാഷണൽ സെൻറ്റർ ഫോർ പെർഫോമിംഗ് ആർട്സ് മുംബൈ. അപ്പോൾ നമ്മൾ അവിടെയാണുള്ളത്. അപ്പോൾ നമ്മൾ മറ്റേ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബസ് കയറിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ബസ് എന്ന് പറയുമ്പോൾ മറ്റേ പണ്ടത്തെ ഡബിൾ ഡെക്കർ ബസ്സില്ലേ, അതിൻ്റെ ഒരു ഇലക്ട്രിക് ടൈപ്പ് വരുന്ന ഒരു ബസ്സിനകത്താണ് വന്നത്. ഒരു ഡബിൾ ഡെക്കർ വരുന്ന ബസ്. അത് അവിടെ നിന്ന് ഒരു 3-4 കിലോമീറ്റർ ഉള്ള 6 രൂപ വെച്ച് ഒരാൾക്കാവും. നമ്മളിപ്പോൾ NCP-ൻ്റെ ഫ്രണ്ടിലാണ്. NCP എന്ന് പറയുമ്പോൾ ഇതാണ്. ഇതിൻ്റെ മെയിൻ എൻട്രൻസ് മറ്റേ സൈഡിലാണ്. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തായിട്ടുള്ള ബീച്ചാണ്. അപ്പോൾ ആ ഒരു ബീച്ച് ഭാഗത്തോട്ട് വന്നത്, ബീച്ചല്ല, ഇരിക്കാനുള്ളൊരു സ്പേസ്, മറ്റേ മറൈൻ ഡ്രൈവൊക്കെ പോലത്തെ ഒരു സ്പേസാണ്. അപ്പോൾ ഇവിടുന്ന് ഓപ്പോസിറ്റ് സൈഡിലുള്ള ആ ഒരു സ്കൈ ലൈൻ കാണിച്ചു തരാം. കണ്ടോ, നേരത്തെ ഞാൻ പറഞ്ഞില്ല ഇത് മറൈൻ ഡ്രൈവ് പോലെയായിരുന്നു. മറൈൻ ഡ്രൈവ് പോലെയല്ല, ഇതാണ് മറൈൻ ഡ്രൈവ്. ഞാനിപ്പോൾ മാപ്പ് നോക്കിയപ്പോഴത്തേക്കാണ് ഞാൻ വെച്ച് ഇതിൻ്റെ അപ്പുറത്തെ വശമായിരിക്കും ആ മറൈൻ ഡ്രൈവ് ആ ഭാഗം എന്ന് ചോദിച്ചു. പക്ഷേ ഇതാണ് മറൈൻ ഡ്രൈവ്. ഈ NCP എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ഇതാണ്. ഇത് NCP-ൻ്റെ അപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് മറൈൻ ഡ്രൈവ്. ഇത് ഉച്ച സമയം, അതുകൊണ്ടായിരിക്കും എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് ഈ തണലത്തൊക്കെ വന്നിരിക്കുക. കണ്ടോ, എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിരിക്കുന്ന ഒരു ടൈമാണ്. കുറേ പേരൊക്കെ വണ്ടിക്കകത്തൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാവരും വന്ന് ബീച്ചിലിരിക്കുക. നല്ല വെയിലൊക്കെ ഉണ്ട്, പക്ഷേ ആ ഒരു ചൂടൊന്നുമില്ല. കാരണം ഈ ബീച്ചിൻ്റെ സൈഡായതുകൊണ്ട് ഫുള്ള് കാറ്റും നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട്. ഇവിടുന്ന് ആ സൈഡിലോട്ട് നോക്കിയിരുന്നാലുണ്ടല്ലോ ഫുൾ അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ. ഫുള്ള് തിരക്കാം, ആൾക്കാർ ഫുള്ള് തിരക്കാം. സൈഡിൽ ചെറിയ ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ജ്യൂസും പിന്നെ ലസ്സിയും ഐസ്ക്രീം അങ്ങനത്തെയൊക്കെ ചെറിയ ഷോപ്പുകളും ഉണ്ട്. എല്ലാവരും ഉച്ച ഈ ഒരു ടൈമിൽ ഒരു ബ്രേക്ക്, ലഞ്ച് ബ്രേക്കിൻ്റെ ഒക്കെ ആ ഒരു ടൈമിൽ ഇറങ്ങി വന്നിരിക്കുന്ന എല്ലാവരും ഈ ഓഫീസേഴ്സാണ്. ഫുള്ളും ഓഫീസിൽ ജോലി ചെയ്യുന്നവരൊക്കെ കൂടുതലും. പിന്നെ അല്ലാതെ നമ്മളെ പോലെ കാണാൻ വരുന്നവരൊക്കെ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടുള്ളത്. നമുക്കിനി ഇവിടുന്ന് അടുത്തത് പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ആ ഒരു ഭാഗത്തോട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ ആദ്യം കുറച്ച് നേരം നമ്മൾ ഇവിടെ നിന്നൊന്ന് റിലാക്സ് ആയതിനു ശേഷം നമുക്ക് കുറച്ച് അങ്ങോട്ട് പോവാം. ഫുള്ള് നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അതുപോലെ വേസ്റ്റ് ബിന്ന് കാര്യങ്ങൾ എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും അതിനകത്ത് ഇടും. തറയിലെങ്ങും ഒരു വേസ്റ്റോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. പിന്നെ എല്ലാവരും വന്നിരിക്കുന്നുണ്ട്. വലിയ ചൂടും അതൊന്നുമില്ല. വെയിൽ നല്ല രീതിക്ക് ഉണ്ടെങ്കിലും വലിയ ചൂടൊന്നുമില്ല. ബീച്ച് സൈഡിൽ നിന്ന് നല്ല തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഫുള്ള് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുക. ഇതാ NCP-ൻ്റെ ഒരു ബ്ലോക്കാണ് ഈ ഭാഗത്തോട്ട്. ഇതെല്ലാം NCP-ൻ്റെ ക്യാമ്പസാണ്. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ആ ഭാഗത്തോട്ട് പോകാം. ഇപ്പം 2 മണി അടുപ്പിച്ചായിട്ടുണ്ട്. നമുക്കപ്പോൾ ഈ ബീച്ചിൽ ഈ മറൈൻ ഡ്രൈവിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത്, നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും പിന്നെ താജ് ഹോട്ടലും ഒക്കെ വരുന്നത് ആ ഒരു ഭാഗത്താണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് 2-2.5 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇവിടെ ഓട്ടോ അങ്ങനത്തെ സാധനങ്ങളൊന്നും കിട്ടത്തില്ല. ഇതുപോലത്തെ ടാക്സിയാണുള്ളത്. ഇതുപോലത്തെ ടാക്സി തന്നെയാണ്. ഈ മീറ്റർ മറ്റേ ഹയർ ചെയ്ത് പോകുമല്ലോ, മറ്റേ ഓട്ടോ പോകുന്ന കണക്ക് തന്നെ ഇതിനകത്ത് മീറ്റർ ഉണ്ട്. അത് സെറ്റ് ചെയ്തിട്ട് പോകണം. അല്ലാതെ ഇവിടെ ഓട്ടോ കിട്ടത്തില്ല. ഇതുപോലത്തെ ടാക്സിയാണുള്ളത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ടാക്സി എടുത്തിട്ട് നമുക്ക് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ആ ഭാഗത്തോട്ട് പോകാം. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ 100 रुपये लगेगा। 100 रुपये मीटर नहीं, वहाँ छोड़ के खाली आना पड़ता है। 3 आदमी पैसा भी लगता है। 100 लगेगा। 100 രൂപ 2 കിലോമീറ്റർ പോകുന്നതിന്. ഇതിൽ മീറ്റർ ഇല്ലാന്ന് തോന്നുന്നുണ്ട്. മീറ്റർ ഉണ്ടല്ലോ. ആ ഉണ്ട്, ചോദിക്കണം. मीटर नहीं, शेयरिंग गाड़ी है हमारी। हाँ शेयरिंग गाड़ी है। शेयरिंग गाड़ी है। कितने लोग? 4 जन का। 4 ഇത് ഷെയറിംഗ് ആണ്.
അല്ല ബാക്കി അല്ലാതെ ഓടുന്നത് എല്ലാം മീറ്ററിലാണ് ഓടുന്നത്. ചിലത് ഷെയറിങ് ആയിട്ടാണ് സംഭവം, ചെറുതായിട്ട് ഉടായിപ്പാണ്. ഇതാണ് കുറേ ഉണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ ചോദിച്ചപ്പോഴേ കണ്ടില്ലേ, ചിലയിടത്ത് അവരും മീറ്ററിന് ഓടത്തില്ല. കാരണം അടുത്തൊക്കെ ഉള്ളതായിട്ട് മീറ്ററിന് ഓടിക്കഴിഞ്ഞാൽ നഷ്ടകരം കൊണ്ട് മീറ്ററിൽ ഓടത്തില്ല. പകരം മീറ്ററിന് ഓടുന്നതിന് അവരിങ്ങനെ ഷെയറിങ് എന്നും പറഞ്ഞു. ഇതിപ്പോൾ നമ്മൾ 3 പേരുടെ ചോദിച്ചപ്പോഴത്തേക്ക് 3 പേരും 3 പറഞ്ഞു. ഇപ്പോൾ ആദ്യം ഒരാളുടെ ചോദിച്ചപ്പോഴത്തേക്ക് 100 രൂപ പറഞ്ഞു. രണ്ടാമത് അതേ ഫ്രണ്ടിൽ കിടക്കുന്ന ഒരാൾ ചോദിച്ചപ്പോൾ 150 പറഞ്ഞു. ഇപ്പം പുള്ളിക്കാരുടെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് 70 രൂപ പറഞ്ഞു. പിന്നെ പോയല്ലോ പറ്റും, സമയം കളയേണ്ട വെച്ചിട്ട് പിന്നെ വേറെ ഒന്നും കിട്ടുന്നില്ല. ടാക്സി ഇതുപോലത്തെ ടാക്സി മാത്രമേ ഉള്ളൂ ഇവിടെ. അതുകൊണ്ട് പിന്നെ അങ്ങ് എടുക്കാം. നമുക്ക് എന്തായാലും ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലോട്ട് പോവാം. നമ്മളിപ്പോൾ ഉള്ളത് താജ് ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ്. മുമ്പ് മറ്റേ ടെററിസ്റ്റ് അറ്റാക്ക് നടന്നില്ല മുംബൈയിൽ, ആ താജ് ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ നമ്മൾ ക്യാബ് വന്നിറങ്ങിയത്, അതായത് ടാക്സി വന്നിറങ്ങിയത് ആ ഒരു ഭാഗത്താണ് ടാക്സി വന്നിറങ്ങിയത്. അപ്പം അതിൻ്റെ ഈ ഒരു ഗേറ്റ് വേ ഓഫ് ഇന്ത്യ അതുകൊണ്ട് അതാണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ താജ് ഹോട്ടലുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം നടന്ന് ഇങ്ങോട്ട് വന്ന് അപ്പോൾ നമ്മൾ ടാക്സി ഇറങ്ങിയതാണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ്. എന്നിട്ട് നമ്മളിവിടെ വന്ന് ഇവിടെ ഇതുപോലെ PG ഫീഡ് ചെയ്യുന്ന സെറ്റപ്പൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫോട്ടോ എടുക്കുന്ന അതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ താജ് ഹോട്ടൽ കാണാൻ വേണ്ടി ഇതിൻ്റെ ഫ്രണ്ടിലോട്ടുള്ള ഇനി നമ്മൾ ഇത് കണ്ടിട്ട് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇതുവഴി നടന്ന് പോകാം. ഇതുവഴി നടന്നൊന്ന് റൗണ്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ഫ്രണ്ടിലോട്ട് പോകാം. അപ്പം നമുക്കിനി ഇവിടുന്ന് നേരെ ആ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ഫ്രണ്ടിലോട്ട് പോകാം. ഇതിൻ്റെ ഫ്രണ്ടിലെല്ലാം സ്റ്റേജ് കെട്ടിയിട്ടേക്കുന്നുണ്ട്. ഇതെനിക്കൊന്ന് മറ്റേ ആ രാമക്ഷേത്രത്തിൻ്റെ ആ ഇനാഗ്രേഷൻ നടന്നില്ല, അന്ന് ഇവിടെ എന്തോ പരിപാടി സെറിമണി എന്തോ ഉണ്ടായിരുന്നു തോന്നുന്നു. അതിൻ്റെ സ്റ്റേജൊക്കെ ഇട്ടേക്കുന്നത് അതെല്ലാം അഴിച്ചുകൊണ്ടിരിക്കുക. ഇനി നമുക്ക് ആ ഒരു ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ഫ്രണ്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇതുവഴി നടന്ന് നമുക്ക് അതുവഴി കറങ്ങി വേണം ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് പോകാൻ. ഇവിടെയൊക്കെ അടച്ചേക്കുന്നത്, ഇനി ഇത് ഓപ്പൺ അല്ലായിരുന്നോ എന്തോ, ഈ ഭാഗത്തൊക്കെ സ്റ്റേജൊക്കെ കെട്ടി അതൊക്കെ അഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി നടന്ന് അതിലേക്കൂടെ നമുക്ക് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ഭാഗത്തോട്ട് പോകും. ഇവിടെ എല്ലാം സ്ട്രീറ്റും മറ്റേ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് താജ് ഹോട്ടൽ, ഇതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് പണിഞ്ഞെന്ന് പറയുമ്പോഴത്തേക്ക് 1924 ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞത്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഡൽഹി ദർബാറിൻ്റെ സമയത്ത് ജോർജ് അഞ്ചാമനും പിന്നെ ക്യൂൻ മേരിക്കും ഇവിടോട്ട് ഡൽഹി ദർബാറിൻ്റെ ഇതിൻ്റെ ഇൻവിറ്റേഷൻ വരാൻ നേരത്തെ അവർക്കൊരു വെൽക്കമിങ് ആർച്ച് പോലെ ചെയ്തൊരു സംഭവമാണ് ഈ ഒരു ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. പിന്നീട് അവർ ഇവിടെ നിലനിർത്തിയതാണ്. ഇതിലെ കൂടെയാണ്, ഈ ഒരു ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ കൂടെയാണ് അവസാനം ബ്രിട്ടീഷ് ആർമീനെ ഇവിടുന്ന് ബൈ പറഞ്ഞ് വിട്ട സമയത്ത് ഏറ്റവും അവസാനത്തെ ട്രൂപ്പ് പോയതും ഈ ഒരു ആർച്ചിൽ കൂടെ കയറിയിട്ടാണ്. ഈ ഒരു ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ കൂടെ കയറിയിട്ടാണ് ലാസ്റ്റ് ട്രൂപ്പും ബ്രിട്ടീഷ് ആർമിയും ഇവിടുന്ന് പോയിട്ടുള്ളത്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈലിലാണ് ഇത് ചെയ്തേക്കുന്നത്. എന്ന് പറയുമ്പോഴത്തേക്ക് 16th സെഞ്ചുറിയിലുള്ള ഗുജറാത്തി സ്റ്റൈൽ ആർക്കിടെക്ചറിനെ ഇൻസ്പയർ ചെയ്തിട്ട് അതിൻ്റെ എലമെൻറ്റ്സ് എല്ലാം ഇൻസ്പയർ ചെയ്തിട്ട് ഇവർ ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈലിൽ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഭവം. ഫുൾ ബസാൾട്ടിൽ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇതാണ് ഇതിനെക്കുറിച്ച് മെയിനായിട്ട് പറയാനുള്ളൊരു ചെറിയ രീതിക്ക് പറയാനുള്ളൊരു സംഭവം എന്ന് പറയുന്നത് ഇതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇതിന് തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഒരു താജ് ഹോട്ടലിൽ നിൽക്കുന്നത്. ഇപ്പം നടുക്ക് ഈ ഒരു രാമക്ഷേത്രത്തിൻ്റെ അതിനെന്തോ ഒരു സെറിമണിയോ കാര്യങ്ങളെന്തോ നടക്കണം, അതിൻ്റെ ഒരു ഒച്ചപ്പാടും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. പിന്നെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് അടുത്തോട്ട് പോയിട്ട് നല്ല ഷോട്ടുകൾ കിട്ടുമെന്ന് നോക്കാം. അതൊരു ചുറ്റി പറയുന്നില്ല. ഇവിടുന്ന് അതുപോലെ തന്നെ ബോട്ട് റൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ കടലിലോട്ടൊക്കെ ബോട്ട് റൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ആ ഒരു ഭാഗത്ത് ഇതിൻ്റെ പുറകിൽ ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ബാക്ക് ആ ഭാഗത്തുനിന്ന് നമുക്ക് ഒരു സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോയിട്ട് നമുക്ക് ബോട്ടിൽ കയറി ബോട്ട് റൈഡ് കാര്യങ്ങൾ അങ്ങനത്തെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എല്ലോറ എലിഫൻ്റ കേവ്സിലോട്ട് പോകാനുള്ള ബോട്ടും ഫെറിയൊക്കെ ഈ ഭാഗത്തു നിന്നാണുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്നവർക്കാണെങ്കിൽ എലിഫൻ്റ കേവ്സിൽ പോകണമെന്നുണ്ടെങ്കിൽ 260 രൂപ സംതിങ് ആണ് അപ്പ് ആൻഡ് ടു വരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാം.
അപ്പം അതുകൊണ്ട് അപ്പോൾ നമുക്ക് ടൈം ഇല്ലാത്തതിനെ കൊണ്ട് നമ്മൾ ആ എലിഫൻ്റ് കേവ്സിലോട്ട് പോകുന്നില്ല. പറ്റുമെന്നുണ്ടെങ്കിൽ നാളെ ഇവിടെ നമുക്ക് ടൈം കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്കത് ഒന്ന് ട്രൈ ചെയ്യാം. അതും എല്ലാം ഇവിടെ നിന്നാണ് വരുന്നത്. നമുക്കിനി ഇവിടുന്ന് തിരിച്ചിറങ്ങാം. അപ്പം ഇതൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് നേരെ ആ ഭാഗത്തായിട്ട് താജ് ഹോട്ടലും പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഈ ഒരു ഗേറ്റ് വേ ഓഫ് ഇന്ത്യയാണുള്ളത്. ഇതാണ് നമുക്ക് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലോട്ട് കയറാനുള്ള ആ ഒരു വഴി. ഇതുവഴിയാണ് നമ്മൾ നേരെ പോകുന്നത്. അതിൻ്റെ സൈഡിലായിട്ടുള്ളൊരു ചെറിയ സ്ട്രീറ്റാണിത്. ഇവിടെ കുറേ ഷോപ്പുകളും ഫുഡിൻ്റെ സ്ട്രീറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇതിനകത്തെല്ലാം ഫുഡിൻ്റെ ഷോപ്പുകളാണ്. ബർഗർ, അതുപോലെ തന്നെ ലോക്കൽ സ്ട്രീറ്റ് ഫുഡുകളൊക്കെ, പാവ് ബജി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നത്. പാവ് ബജിയൊക്കെ ഒന്ന് കഴിക്കുന്നുണ്ടല്ലോ. പിന്നെ ലസ്സി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ